കേരളത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളതും കേരളത്തിൻ്റെ റെയിൽവേ വികസന പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ശബരിപാത കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ്. അതിൽ പ്രതിഷേധിച്ച് ഈ പാത കടന്നു പോകുന്ന 4 പാർലമെന്റ് നിയമമണ്ഡലമാണ്. ഒന്ന് ചാലക്കുടി നിയമമണ്ഡലം, മറ്റൊന്ന് ശ്രീ ദീൻ പ്രദാനം ചെയ്യുന്ന വിധി നിയമമണ്ഡലം, മറ്റൊന്ന് ശ്രീ ഫ്രാൻസിസ് ജോർജ് പ്രദാനം ചെയ്യുന്ന കോട്ടയം മണ്ഡലം, മറ്റൊന്ന് ശ്രീ ആൻഡോ ആന്റണി പ്രദാനം ചെയ്യുന്ന പത്തനംതിട്ട. ഈ 4 നിയോജകമണ്ഡലത്തിലെയും എംപിമാർ ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിവരം അറിയിക്കുന്നത് വഴിയാണ്. നമുക്കറിയാം, ഈ ശബരിപാതയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത് നഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അനാസ്ഥയും കുതിത്തുകേടും പരസ്പരം കുറ്റാരോപണം നടത്തി രണ്ടും കൂട്ടർ ഒഴിഞ്ഞു മാറി. 1997-98 കാലഘട്ടത്തിലാണ് ഈ ശബരിപാതയുടെ പ്രപ്പോസൽ വന്നത്. അന്ന് വന്നതിന് ശേഷം ഇതിൻ്റെ ആ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ പദ്ധതി വിഹിതം പങ്കുവെക്കണം എന്നതാണ് റെയിൽവേയുടെ നിയമവും അതുപോലെ തന്നെ നടപടിക്രമവും. 2025 ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ശബരിപാതയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇതിൻ്റെ പകുതി പണം കൊടുക്കാൻ സമ്മതിച്ചു. അതനുസരിച്ച് പദ്ധതിയുടെ പകുതി പണം കൊടുക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് അന്നൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ 2865 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയത്. അതിൻ്റെ പകുതി പണം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പിന്നീട് ഗവൺമെൻറ് മാറി 2017 ശേഷം ഈ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ സമ്മർദ്ദമുണ്ടായപ്പോൾ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും ഒരു കത്തും കൊടുക്കാത്തതുകൊണ്ട് 2019 ഈ പദ്ധതി മരവിപ്പിക്കുകയാണ്. നിരുത്തരവാദപരമായ സമീപനം കൊണ്ടാണ് ഇതിപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഇതിൻ്റെ അലൈൻമെൻറ്റിനെ സംബന്ധിച്ചൊന്നും തർക്കമൊന്നുമില്ല. അലൈൻമെൻറ്റൊക്കെ എരുമേലി വരെയുള്ള അലൈൻമെൻറ്റ് ഏറ്റവും കുറച്ച് വീടുകൾക്കും ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ റീഅലൈൻമെൻ്റ് എടുത്ത് ആ അലൈൻമെൻറ്റ് പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. ഇതിന് യഥാർത്ഥത്തിലുണ്ടായ തടസ്സമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം വരെ ഇത് വളരെ പെർഫെക്റ്റായി ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയി 50% കേന്ദ്ര സംസ്ഥാന ഷെയർ എന്നുള്ള ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. പിന്നീട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് പറയുന്നതല്ലാതെ. ഞാൻ ആദ്യമായി പാർലമെൻറ്റിൽ വരുമ്പോൾ 99 മുതൽ എല്ലാ റെയിൽവേ ബജറ്റ് ചർച്ചകളിലും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ ഈ പറയുന്ന ഈ പുതിയ പ്രപ്പോസൽ, അതായത് ചെങ്ങന്നൂർ പമ്പ എന്ന് പറയുന്നത്, വാസ്തവത്തിൽ അതും പ്രായോഗികമായിട്ട് നടക്കില്ല. ആദ്യം എന്തായിരുന്നു, അങ്കമാലി പമ്പയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്കമാലി എരുമേലിയാക്കിയത്? 19 പമ്പ മുതൽ എരുമേലി വരെയുള്ള 19 കിലോമീറ്റർ ഫോറസ്റ്റാണ്, വനമാണ്. വനത്തിലൂടെ പറ്റില്ല എന്ന് പറഞ്ഞു.